വിഷ്ണുശാലിനിയുടെ കമ്മിങ് സൂൺ പ്രൊമോയിൽ സുസ്മിതയാണെങ്കിൽ കുടുംബശ്രീ വീട്ടിലേക്ക് വരുന്ന ആ ഒരു സീനാണ് കാണിക്കുന്നത്. ശാലിനി എങ്ങോട്ടത്തേക്കോ പോകാനായിട്ട് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ശാലിനിയുടെ വണ്ടിക്ക് കുറുക്ക് വെച്ച് സുസ്മിതയുടെ വണ്ടി വന്ന് നിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് സുസ്മിത ഇങ്ങനെ ഇറങ്ങുകയാണ്. തുടർന്ന് ശാലിനിയും വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അതിനുശേഷം സുസ്മിത എന്നിങ്ങനെ ശാലിനി ഇങ്ങനെ പറയുകയാണ്. തുടർന്ന് പിന്നെ അവിടെ നിന്ന് ചായ സുസ്മിത ചോദിക്കുന്നുണ്ട്. അതിന് ശാന്തയാണെന്ന് തോന്നുന്നു. ചായ കൊണ്ട് കൊടുക്കുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മ അന്നേരം മുറ്റത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. തുടർന്ന് സുസ്മിതയാണെങ്കിൽ ആ ചായ വാങ്ങിച്ച ശേഷം അതിങ്ങനെ തറയിലേക്ക് അങ്ങ് ഒഴിച്ച് കളയുകയാണ്. എന്നിട്ട് ആ കുടുംബശ്രീ ഹോട്ടൽ നോക്കി പറയുന്നുണ്ട്, ഇത് ഇടിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് ഞാനിവിടെ വാഴക്കൃഷി തുടങ്ങും എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കുറച്ച് ഡയലോഗൊക്കെ ശാലിനിയോട് പറഞ്ഞിട്ട് തിരികെ കാറിലേക്ക് കയറി പോകുന്ന ആ ഒരു സീനാണ് ഫസ്റ്റ് സീൻ കാണിക്കുന്നത്. അതിനുശേഷമാണെങ്കിൽ വിഷ്ണു പപ്പിയോട് സംസാരിക്കുന്നതാണ്. സത്യയുടെ ജന്മരഹസ്യം എങ്ങനെയും കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് വിഷ്ണു അവിടെ. തുടർന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ ഒരു ദിവസമാണല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്ന് ഒരിക്കൽ അവിടെ വെച്ച് ബർത്ത്ഡേ ആഘോഷിക്കുകയുണ്ടായല്ലോ, അതായിരിക്കും വിഷ്ണു ചോദിക്കുന്നത്. അന്നേരം പപ്പി ഇങ്ങനെ തലകുലുക്കി സമ്മതിക്കുകയാണ് കാണിക്കുന്നത്. അതിനുശേഷമാണെങ്കിൽ പിറ്റേന്ന് പോലീസ് ജീപ്പിൽ വിഷ്ണുവിനെ കുടുംബശ്രീ വീട്ടിലേക്ക് ജീപ്പിൽ ഇങ്ങനെ പോലീസുകാരൻ കൊണ്ടുവന്ന് ഇറക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണു ആണെങ്കിൽ ആളറിയാതിരിക്കാൻ വേണ്ടി കർച്ചീഫ് കൊണ്ട് മുഖം ഇങ്ങനെ മറച്ചിട്ടാണ് ജീപ്പിൽ ഇങ്ങനെ വന്ന് ഇറങ്ങുന്നത്. അതായത് പോലീസ് പിടിച്ചുകൊണ്ട് വരുന്നത് പോലെയാണ് വിഷ്ണുവിനെ കാണിക്കുന്നത്. തുടർന്ന് ശാലിനി ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് വിഷ്ണുവിനെ കൊണ്ടുവരുന്നത്. അതിനുശേഷമാണെങ്കിൽ പിന്നെ സുസ്മിതയാണ് കാണിക്കുന്നത്. സുസ്മിത ആ പഴയ ഒരു ദിവ്യ നേഴ്സ് ഉണ്ടായിരുന്നല്ലോ ആ ഹോസ്പിറ്റലിൽ, ദിവ്യ എന്നാണെന്ന് തോന്നുന്നു പേരുന്ന്. ആ ദിവ്യ നേഴ്സ് മരിക്കുകയുണ്ടായല്ലോ. അതിൻ്റെ അനിയത്തിയാണെങ്കിൽ വന്ന് സുസ്മിത ഒരിക്കൽ കാണുകയും എന്തൊക്കെയോ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായല്ലോ. അതിനുശേഷം ഈ ദിവ്യ നേഴ്സിൻ്റെ അനിയത്തി പിന്നെ സുസ്മിതയെ ഫോൺ ചെയ്യുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. ശാലിനിയെയും വിഷ്ണുവിനെയും ഒരുമിച്ച് തകർക്കാനുള്ള ഒരു ആയുധം കയ്യിലുണ്ട്, എന്താ നോക്കുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം സുസ്മിത ഇങ്ങനെ സംഭവം എന്താണെന്നറിയാതെ അങ്ങനെ കേട്ട് നിൽക്കുന്ന ഒരു സീൻ. അതിനുശേഷം വിഷ്ണു ആണെങ്കിൽ ശാരദാമ്മയെ കാണാൻ വരികയാണ് കുടുംബശ്രീ വീട്ടിലേക്ക് തന്നെ. തുടർന്ന് അന്നേരം ശാലിനിയുമുണ്ട് വീട്ടിനകത്ത്. പക്ഷേ ശാലിനി വെളിയിലേക്ക് ഇറങ്ങുന്നില്ല. ശാരദാമ്മയോടാണ് വിഷ്ണു സംസാരിക്കുന്നത്. പപ്പിയെ പ്രസവിച്ച് അന്ന് തന്നെയാണല്ലേ സത്യയും പ്രസവിച്ചത് എന്നിങ്ങനെ ശാരദാമ്മയോട് ചോദിക്കുകയാണ്. അന്നേരം ഉത്തരമില്ലാതെ ശാരദാമ്മ ഇങ്ങനെ നിൽക്കുന്നു. അകത്ത് നിന്ന് ഇത് കേട്ടുകൊണ്ട് ശാലിനി ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. അന്നേരം വിഷ്ണു എന്തൊക്കെയോ കണ്ടുപിടിച്ചു എന്നുള്ള രീതിക്ക് ശാലിനി നിൽക്കുന്നു. ഇത്രയും സീനുകളാണ് ഈ കമ്മിങ് സൂൺ പ്രൊമോയിൽ കാണിക്കുന്നത്. അന്നേരം റീമേക്കിലാണെങ്കിൽ വിഷ്ണു ആണെങ്കിൽ ഇത് ബർത്ത് ഡേറ്റ് അറിയുന്നത് കാണിക്കുന്നത് സത്യയോട് ഫോൺ വിളിച്ച് ചോദിക്കാം എന്നുള്ള രീതിക്ക് വിഷ്ണു ആണെങ്കിൽ അവിടെ വേറൊരു നമ്പറിൽ നിന്നും സത്യയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ചെയ്യുന്നത് ബർത്ത് ഡേറ്റ് എന്നാണെന്ന് ചോദിക്കാനായിട്ട്. പക്ഷേ സത്യയാണെങ്കിൽ സത്യയുടെ ഫോൺ ശാലിനിയുടെ കൈവശം ഇരിക്കുന്നതിനാൽ ശാലിനി ഫോൺ എടുക്കും. 2-3 തവണ വിഷ്ണു വിളിക്കുമ്പോഴും ശാലിനിയാണ് ഫോൺ എടുക്കുന്നത്. അന്നേരം വിഷ്ണു ഒന്നും സംസാരിക്കില്ല. വീണ്ടും വിഷ്ണു ഫോൺ വിളിക്കും, സത്യം എടുക്കുമെന്ന് വിചാരിച്ച്. പക്ഷേ ശാലിനിയാണ് വിളിക്കുന്നത്. അതിനുശേഷം അവസാനം ശാലിനിക്ക് എന്തോ സംശയം തോന്നി. ശാലിനിയാണെങ്കിൽ അനുപല്ലവി വിളിച്ച് പറയുക ചെയ്യും, ഈ നമ്പർ ഏതാണെന്ന് ട്രേസ് ചെയ്ത് അറിയാനും അതാരാണെങ്കിലും പിടിച്ചുകൊണ്ട് വരാനൊക്കെ പറയുകയാണ്. അതിനെ തുടർന്നാണ് ഒരു പോലീസ് ഈ വിഷ്ണുവിൻ്റെ നമ്പരാണെന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നതൊക്കെ. അന്നേരം അത് പുതിയ കോൺസ്റ്റബിൾ ആയതുകൊണ്ട് ശാലിനിയുടെ ഭർത്താവാണ് എന്നുള്ളത് അയാൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് വിഷ്ണുവിനെ പിടിച്ചുകൊണ്ട് വരുന്നത് ഒക്കെ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും വിഷ്ണു ഇങ്ങനെ മുഖം മറച്ച് ജീപ്പിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു സീൻ കാണിക്കുന്നത്. അതിനുശേഷം ആണ് പിന്നെ ശാരദാമ്മയോട് വിഷ്ണു ചോദിക്കുന്നതൊക്കെ രണ്ടുപേര് പ്രസവിച്ചത് ഒരു ദിവസമാണല്ലേ എന്നുള്ളത്. അതായത് വിഷ്ണു എന്ന് ഓർമ്മിക്കുന്ന നേരത്തെ ഒരു റിവ്യൂവിൽ പറഞ്ഞതുപോലെ വിഷ്ണു ആണെങ്കിൽ ഓർമ്മിക്കും. അന്ന് ശ്യാമയുടെ പ്രസവത്തിൻ്റെ അന്ന് വേറൊരു ലേബർ റൂമിൻ്റെ മുന്നിൽ പോയി ശാരദാമ്മ നിന്നതും അവിടെ നിന്ന് കരഞ്ഞതൊക്കെ അന്ന് സുസ്മിത സത്യഭാമയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതൊക്കെ ഓർക്കും. അപ്പോൾ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് എന്നുള്ളത് വിഷ്ണുവിനോട് മനസ്സിലാക്കിയാണ് ഇവിടെ ശാരദാമ്മയോട് ചോദിക്കുന്നത്, രണ്ടുപേരെയും പ്രസവിച്ചത് ഒരു ദിവസമാണല്ലേ എന്ന്. പക്ഷേ അവിടെ ശാരദാമ്മ തെറ്റിച്ച് പറയുകയാണ് ചെയ്യുന്നത്. അവർ IAS ട്രെയിനിങ്ങിന് പോയതിന് ശേഷമാണ് സത്യ പ്രസവിച്ചത് എന്നിങ്ങനെ പറയും. പക്ഷേ വിഷ്ണു അവിടെ പറയും, ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, സ്കൂളിലെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ നിന്നും രണ്ടുപേരുടെയും ഒരു ദിവസമാണ് എന്നുള്ളത് വിഷ്ണു കണ്ടെത്തി എന്നുള്ളത്. അതിനു മുന്നേ റീമേക്കിലാണ് വിഷ്ണു പിന്നെ സ്കൂളിൽ പോയിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് ആ പ്യൂണിനെ കണ്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് നോക്കി ഒരു ദിവസമാണെന്നുള്ളത് തീർച്ചപ്പെടുത്തിയിട്ടും ശേഷമാണ് ഇവിടെ വന്ന് ശാരദാമ്മയോട് ചോദിക്കുന്നത്
ചോദിക്കുന്നതൊക്കെ. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് പപ്പിയോട് ചോദിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആയിരിക്കും കാണിക്കുന്നത്. പക്ഷേ ശാരദാമ്മ തെറ്റിച്ച് പറയുമ്പോൾ വിഷ്ണു അവിടെ അത് തെറ്റാണെന്നുള്ളത് വിഷ്ണുവിനോട് മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. പിന്നീട് അടുത്ത ഇതിൽ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതിലാണ്. അന്നേരം ശാലിനിയും ആകെ അങ്ങ് ടെൻഷനിലാവുകയൊക്കെയാണ് ചെയ്യുന്നത്. ഇത്രയുമാണ് ഈ പ്രൊമോയിൽ വന്നിട്ടുള്ള സീനുകൾ. അപ്പോൾ എന്തായാലും വിഷ്ണു ഉടനെ തന്നെ സത്യയുടെ പിന്നെ കാര്യങ്ങൾ അറിയാനായിട്ട് പോകും. അതിന് മുന്നേ ഇനി പപ്പിയുടെ കുറേ പൂജയും കാര്യങ്ങളും ഒക്കെ വരും. പപ്പിക്ക് ആപത്തുണ്ടാകുമെന്നൊക്കെ പറഞ്ഞൊരു ജ്യോത്സ്യം പ്രവചിക്കും. അപ്പോൾ അതിന് വേണ്ടി പൂജയൊക്കെ ചെയ്യാനായിട്ട് അമ്മ തന്നെ പൂജ ചെയ്യണമെന്ന് പറയും. പക്ഷേ പിന്നെ ശ്യാമയ്ക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. ശ്യാമയല്ലല്ലോ അമ്മ, ശാലിനിയല്ലേ അമ്മ. അതിന് ശാലിനി വരുന്നതും ഒക്കെയാണ്. പിന്നീട് പിന്നെ ഒരുപാട് പിന്നെ സത്യഭാമ ഈ ശാലിനി ഒരുപാട് വഴക്ക് പറയുകയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ ശാലിനിയാണെങ്കിൽ ട്രാൻസ്ഫർ വാങ്ങിച്ച് അവിടെ നിന്ന് പോകാനൊക്കെ ഒരുങ്ങും. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വിഷ്ണു തിരികെ വിളിച്ചു കൊണ്ടുവരുന്ന ഒരു സീനൊക്കെ ഉണ്ട്. പപ്പിക്ക് ആക്സിഡൻ്റ് ആവുന്ന ഒരു സീനുണ്ട്. അതൊക്കെ ഇവിടെ ഉണ്ടാകുമായിരിക്കും. ഇതൊക്കെ വരും എപ്പിസോഡുകളിൽ കാണാം. ഇത്രയുമാണ് പുതിയ വിശേഷങ്ങൾ. എന്തായാലും സുസ്മിത എത്തിയിട്ടുണ്ട്. ഇനി വീണ്ടും സുസ്മിതയുടെ ഓരോ കുടില ബുദ്ധികളും അതനുസരിച്ച് ശാലിനി വീണ്ടും തടുത്തു നിൽക്കുന്നതുമൊക്കെ ആയിരിക്കും. എന്തായാലും അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.